ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വേറെ ഒന്നുമല്ല, പ്രണയമുള്ള പെൺകുട്ടികളുടെ മനസ്സിലിരിപ്പ് അറിയാനുള്ളൊരു 5 ടിപ്സ് ഉണ്ട്. ആ 5 കാര്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉള്ള ഫ്രണ്ട്സിനും ഇനി റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി ഒരാൺകുട്ടീനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിൽ ഏകദേശം 18 മണിക്കൂറും അവനെക്കുറിച്ച് മാത്രം ഓർക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു പെൺകുട്ടി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എങ്കിൽ ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൽ 18 മണിക്കൂറും ആ ഒരു പെൺകുട്ടി നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് സമയമില്ല, ബൈ. ഇതാണ് മിക്ക ആൺകുട്ടികളും അവരുടെ പെൺകുട്ടികൾ വിളിക്കുമ്പോൾ പറയുന്നത്. ഇപ്പം വർക്ക് ചെയ്യുന്ന ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവരെന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ഈ പെൺകുട്ടികളെ വിളിക്കുന്നത്. അപ്പോഴത്തേക്ക് ഫോൺ എടുത്തിട്ട് പറയും, ഓ എനിക്ക് സമയമില്ല, ബൈ എന്നും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് തിരക്കിലാണേ, ഇത് കഴിഞ്ഞിട്ട് വേഗം വരാട്ടോ, ഇങ്ങനെ പറയുന്നതാണ് മിക്ക പെൺകുട്ടികൾക്കും ഇഷ്ടം. അതായത് ഒരു ഉദാഹരണം പറയാം, നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്. ആ ഒരു സമയം നിങ്ങളുടെ പെൺകുട്ടി നിങ്ങളെ വിളിക്കുകയാണ്. ആ സമയം നിങ്ങൾ ഫോൺ എടുത്തിട്ട് പറയുകയാണ്, എനിക്ക് സമയമില്ല, ബൈ എന്നും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാതെ, ഞാൻ കുറച്ച് തിരക്കിലാണേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വേഗം വിളിക്കാട്ടോ, ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഫോൺ വെക്കുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോടുള്ള സ്നേഹവും വിശ്വാസവും ആത്മാർത്ഥതയും കുറച്ചും കൂടി കൂടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പെൺകുട്ടി നിങ്ങളെ വിളിക്കുമ്പോഴത്തേക്കും എനിക്ക് സമയമില്ല, ബൈ എന്നും പറഞ്ഞു പോവാതെ ഇങ്ങനെ പറയാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, അതിപ്പോൾ നിങ്ങളുടെ ലവർ അല്ലാതെ വേറെ പെൺകുട്ടികൾ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൺകുട്ടിക്ക് അത് ഇഷ്ടപ്പെടില്ല എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പുകഴ്ത്തി പറയുകയാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, അല്ലാതെ നിങ്ങളുടെ മീശ കാണാൻ നല്ല രസമാണ്, നിങ്ങളുടെ കണ്ണ് കാണാൻ വേണ്ടി നല്ല രസമാണ്, നിങ്ങളുടെ സ്വഭാവം നല്ലതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികൾ നിങ്ങളെക്കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് അത് ഒട്ടും ഇഷ്ടമാവില്ല എന്നാണ് പറയുന്നത്. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു. പ്രണയിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ പെൺകുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ് ഇത്. എന്നാൽ ഇത് അപ്പം മാത്രം പറയാതെ, അതായത് ആ ഒരു പ്രണയിക്കുന്ന സമയത്ത് മാത്രമായിട്ട് പറയാതെ, നിങ്ങൾക്ക് എപ്പോഴൊക്കെ ആ ഒരു പെൺകുട്ടിയുടെ സ്നേഹം തോന്നുന്നുണ്ടോ ആ ഒരു സമയമൊക്കെ നിങ്ങൾ ഈ ഒരു വാക്ക് അവരോട് പറയാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഐ ലവ് യു, ഐ ലൈക്ക് യു ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതെല്ലാ പെൺകുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രണയിച്ച് നടന്നപ്പോൾ ഐ ലവ് യു പറഞ്ഞതുപോലെ തന്നെ പ്രണയം ഇപ്പം നിങ്ങൾ കല്യാണം കഴിഞ്ഞാലും ഈ ഒരു കാര്യം ഐ ലവ് യു ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എല്ലാ പെൺകുട്ടികൾക്കും, അതിപ്പോൾ കല്യാണം കഴിച്ചവരാണെങ്കിലും കല്യാണം കഴിക്കാത്തവരാണെങ്കിലും അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സെന്റിമെന്റ്സ് ആണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അവരുടെ മുമ്പിൽ വെച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം അവർ ഒരിക്കലും മറക്കില്ല എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം, നിങ്ങളുടെ പെൺകുട്ടി നിങ്ങളോട് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്, എന്നിട്ട് പറയുകയാണ്, നീ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നെ ഇട്ടിട്ട് പോകും, എനിക്ക് നിന്നെ വിശ്വാസമില്ല. ഇത് കേട്ടപ്പോഴത്തേക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നിങ്ങൾ ഒന്ന് കരഞ്ഞുപോയി. അങ്ങനെ നിങ്ങൾ ഒരിക്കലെങ്കിലും അവരുടെ മുമ്പിൽ വെച്ചൊന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ണീര് അവരൊരിക്കലും മറക്കില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ കരഞ്ഞ ആ കാര്യവും ആ സമയവും ആ സ്ഥലവും ഒക്കെ അവരുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. അപ്പോൾ ഇതാണ് പ്രണയിക്കുന്ന പെൺകുട്ടികളുടെ മനസ്സിലുള്ള ഒരു 5 കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.